ഗുഡ് മോർണിംഗ്. ഏതായാലും ഇന്നലെ മുഴുവൻ നമുക്ക് വലിയ ആശങ്കകളും സങ്കടവുമായിരുന്നു. ഇന്ന് പ്രതീക്ഷകളുടെയും നല്ലൊരു ദിവസമാവട്ടെ എല്ലാവർക്കും തന്നെ ആശംസിക്കുകയും ചെയ്യുന്നു. എന്തായാലും നമുക്ക് പ്രധാന വാർത്തകളിലേക്ക് പോകുന്നത്, കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ നമ്മൾ ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സൂര്യോദയം അല്ലേ, സൂര്യൻ ഉദിച്ച് വരുന്നത് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചു. ഇന്ന് മറ്റൊരു കാഴ്ചയാണ്. ഒന്ന്, ഈ നവംബർ മാസം ഏതാണ്ട് അവസാനിക്കാറായി. ഇന്ന് 27, 2-3 ദിവസം കഴിയുമ്പോൾ തണുപ്പ് കാലമാണ്. കേരളത്തിൽ പല സ്ഥലത്തും നല്ല തണുപ്പുണ്ട്. എന്തോ തിരുവനന്തപുരത്ത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഓളമൊക്കെ ആയിട്ടായിരിക്കും പൊതുവെ അങ്ങോട്ട് പ്രതീക്ഷ പോലൊരു തണുപ്പ് ഇല്ല പല സ്ഥലത്തും. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പല സ്ഥലത്തും ഗംഭീരമായി മഞ്ഞ് പെയ്യുന്നുണ്ട്. കനത്ത മഞ്ഞ് വീഴ്ച പല സ്ഥലത്തും. നമുക്ക് ഇവിടെ നിന്ന് ഗംഭീരം എന്ന് പറയാം, അവിടെ ജീവിക്കുന്ന ഭാഗങ്ങളുടെ പാട്. പക്ഷേ ഈ പല ഭാഗങ്ങളിലേക്കും ഈ സമയത്ത് പണ്ടൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ അവസരമില്ല. ഇപ്പോഴും ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട്, നിയന്ത്രണങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ എല്ലാ വർഷത്തെയും പോലെ ആൾ കുറവാണ് പല സ്ഥലത്തും. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയതും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എല്ലാം കൂടി ചേർത്ത് കുറേ മഞ്ഞ് കാഴ്ചകൾ രാവിലെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുക. അതായത് ഈ തണുക്കുന്നില്ലല്ലോ, തണുപ്പ് പോരല്ലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആളുകൾക്ക് രാവിലെ ഒരു കുളിരാവട്ടെ അല്ലേ. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വേഗം തിരിച്ചു വരാം. ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് സ്വാഭാവികമായും ഇന്നലെ നമ്മൾ ഏറ്റവും വലിയ ദൃശ്യങ്ങൾ കണ്ടത് രാജ്യ തലസ്ഥാനത്തേക്കുള്ള കർഷകരുടെ മാർച്ചാണ്. സ്വാഭാവികമായും കർഷകർ ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നത് ഇന്നലെ തന്നെ സർക്കാർ തെരഞ്ഞെടുക്കുന്നു. ഇന്നിപ്പോൾ ഡൽഹി ഹരിയാന അതിർത്തിയൊക്കെ പൂർണ്ണമായും അടച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ് സംസ്ഥാന സർക്കാർ. നമ്മൾ കണ്ടാണ് കർഷകർ അവിടെ വരെ വരുന്നവരെ സമാധാനപരമായ റാലികളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ട് കർഷകർ പോകുന്നതിൻ്റെ സൈഡിൽ കൂടെ അവർക്ക് വെള്ളം കൊടുക്കാൻ അല്ലെങ്കിൽ കർഷകരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ പൊതുസമൂഹത്തെയും കണ്ടിരുന്നു. പക്ഷേ ഇന്നലെ തടഞ്ഞതോടുകൂടി അത് പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്, സംഘർഷാവസ്ഥയിൽ കടന്നു. ഒരു സ്ഥലത്ത് തുടങ്ങിയ സംഘർഷം എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി വളരെ വൈകിയും പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. കാരണം കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡൽഹിയിലേക്ക് എത്താതെ തിരിച്ചു പോയില്ല എന്നൊരു നിലപാട് തന്നെയാണ് കർഷകർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഇന്നലെ ഹരിയാന മുഖ്യമന്ത്രി പഞ്ചാബ് മുഖ്യമന്ത്രി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. അങ്ങനെ ഒരു രാഷ്ട്രീയ ഫൈറ്റിലേക്ക് കൂടി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വാർത്തയിലേക്ക് തന്നെ ആദ്യം പോകാം. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പുതിയ കാർഷിക നിയമത്തിന് എതിരായ ദില്ലി ചലോ മാർച്ച് ഇന്നും തുടരും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ കർഷകരെ അതിർത്തിയിൽ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. പഞ്ചാബിൽ നിന്ന് പ്രതിഷേധ പ്രകടനവുമായി എത്തിയ ആയിരക്കണക്കിന് കർഷകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചിരുന്നു. സമര നേതാക്കളെ നേരത്തെ അറസ്റ്റ് ചെയ്തുവെങ്കിലും സമരം തുടരും എന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. കർഷകർക്ക് പിന്തുണയുമായി ഡൽഹി ജന്തർ മന്ദറിൽ വിവിധ സംഘടനാ പ്രതിനിധികൾ ഒത്തുകൂടും. വിവരങ്ങളുമായി കെ പി അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, ഇന്നലെയും നമ്മൾ സംസാരിച്ചതാണ്. കർഷക പ്രതിനിധികൾ നേതാക്കളെക്കാൾ ഉപരി വന്ന കർഷകർ പറയുന്നത് എന്തൊക്കെ സംഭവിച്ചാലും സമരവുമായി മുന്നോട്ട് പോകുന്നത്. അഭിലാഷ് ഇന്നലെ സൂചിപ്പിച്ച പോലെ തന്നെ കടുത്ത തണുപ്പുള്ള സമയമാണ്. ആ സമയത്താണ് രാത്രി പോലും അവർ റോഡ് സൈഡിൽ കടന്നുറങ്ങിയവരും മറ്റും വരുന്നത്. അവർക്ക് നേരെയാണ് കൊടും തണുപ്പിൽ ജലപീരങ്കി പ്രയോഗിക്കുന്നത്, അവരെ പിന്തിരിച്ചയക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. എന്താണ് ഇന്ന് രാവിലത്തെ അവസ്ഥ അഭിലാഷ്? അവിടെ നിന്ന് തുടങ്ങാം. ഗോപികൃഷ്ണൻ, എന്തായാലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന കർഷകരുടെ ഒരു നിലപാട് അത് ഉറച്ച നിലപാട് തന്നെയാണ്. അവർ ഇപ്പോഴും, അതായത് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അംബാലയിൽ വലിയ തോതിൽ കർഷകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു, ഗ്രനേഡുകൾ ഉപയോഗിച്ചിരുന്നു. അതിനുശേഷവും കർണാൽ മേഖലയിലേക്ക് ഇവർ കടന്നപ്പോൾ അവിടെയും തടഞ്ഞിരുന്നു. ആഗ്ര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മറ്റ് സംഘങ്ങളെ തടയുന്നു. ഇങ്ങനെ ഡൽഹിയിലേക്ക് പ്രവേശിക്കാവുന്ന 5 പാതകളിലും കർഷകരെ പല ഘട്ടങ്ങളിലായി പല മേഖലകളിൽ ഇന്നലെ രാത്രി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ എവിടെയൊക്കെയാണോ കർഷകരെ തടഞ്ഞു വെച്ചിട്ടുള്ളത് അവിടെ ഇപ്പോൾ കർഷകർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി അവർ അവിടെ തന്നെയാണ് തങ്ങുന്നത്. മാത്രമല്ല ഇന്നലെയും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, വളരെ കൃത്യമായി ഇവർ ഭക്ഷണ സാധനങ്ങൾ കരുതിയിട്ടുണ്ട്, സ്റ്റൗ കരുതിയിട്ടുണ്ട്,
തണുപ്പിനെ അതിജീവിക്കുന്നതിന് വേണ്ടി തീ കായുന്നതിനും മറ്റുമായി വിറക് കരുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ വസ്ത്രങ്ങൾ കരുതിയിട്ടുണ്ട്. ഇന്നലെ പല കർഷകരും സംസാരിച്ചത് 1 മാസത്തേക്കുള്ള കരുതൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതായത് ഈ ട്രാക്ടറുകൾക്കുള്ളിൽ തന്നെ ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെ സംഭരിച്ചുകൊണ്ട് വേണമെങ്കിൽ ഡൽഹിയിൽ 1 മാസം താമസിക്കണമെങ്കിൽ ഈ പ്രതികൂല കാലാവസ്ഥയിലും ഞങ്ങൾ 1 മാസം രാപ്പകൽ തന്നെ ഈ ജന്തർ മന്ദറിൽ തുടരും എന്ന് തന്നെയാണ് പറഞ്ഞത്. അത്രയും തയ്യാറെടുപ്പുമായാണ് കർഷകർ വന്നിട്ടുള്ളത്. നേരത്തെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഈ ജലപീരങ്കിയൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അവർ മണ്ണിൽ പണിയെടുക്കുന്ന ഇത്തരം ജലം ഉപയോഗിച്ച് പണിയെടുക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും കടുത്ത നടപടി ഉണ്ടാകുമ്പോൾ പോലും ഇതെല്ലാം സഹിക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജന്തർ മന്ദറിൽ ഇന്നലെ രാത്രി ഏറെ വൈകിയും ഒക്കെ ഈ കനത്ത സുരക്ഷ തുടരുകയായിരുന്നു. ആയുധധാരികളായ പോലീസുകാർ തന്നെയാണ് ഇന്നലെ രാത്രി ഏറെ വൈകിയും സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോഴും ഇവിടുത്തെ കാഴ്ച ഇത് തന്നെയാണ്. പോലീസിന്റെ കനത്ത കാവലിൽ, അതായത് ഇന്നലെ ഈ JNUവിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കർഷകർക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. അവർ ഈ ജന്തർ മന്ദറിലെ പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. അതിനിടയിലായിരുന്നു ദേശീയ പണിമുടക്കിന്റെ ഭാഗമായുള്ള പ്രതിഷേധം അവിടെ എത്തിയത്. അതും ആ പണിമുടക്കിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് കർഷകർക്കെതിരായ പോലീസ് നടപടിയിലുള്ള ഒരു പ്രതിഷേധമായി മാറി. അവരെയും അറസ്റ്റ് ചെയ്ത് നീക്കി. ഇന്നും കൂടുതൽ സംഘടനകളും മറ്റുമൊക്കെ ഈ ജന്തർ മന്ദറിലേക്ക് ഇന്നലെ അഭിലാഷ് സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇന്നലെ എവിടെയാണോ തടഞ്ഞത് അവിടെ അവർ നിൽക്കുന്നു. ഇന്ന് അവിടുന്ന് അവർ മൂവ് ചെയ്യും, മുന്നോട്ട് പോവും എന്ന് തന്നെയാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ മറുഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? അവരെ തടയാനുള്ള അധികാര വർഗത്തിന്റെ അല്ലെ ഭരണകൂടത്തിന്റെ ശ്രമങ്ങളെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഹരിയാന പോലീസിന്റെ നടപടിയാണ്. ഹരിയാന പോലീസാണ് ഒരു കാരണവശാൽ ഇവരെ ഡൽഹിയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന ഒരു നിലപാട് നിൽക്കുന്നത്. മനോഹർലാൽ ഖട്ടാറിന്റെ കൃത്യമായ നിർദ്ദേശം അനുസരിച്ചാണ് ഈ പ്രവേശിപ്പിക്കാത്തത് എന്നാണ് പോലീസ് അധികാരികൾ അനൌദ്യോഗികമായി നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവർ മറികടക്കാൻ ശ്രമിച്ചാൽ തന്നെ ഈ ഹൈവേയിലൂടെയുള്ള ആ വഴിയിലൂടെ മാത്രമാണ്. പിന്നീട് സാധ്യത എന്ന് പറയുന്നത് ചെറിയ ഊടുവഴികളിലൂടെയും മറ്റും കർഷകർ സംഘടിച്ച് എത്തുക എന്നുള്ളതാണ്. പക്ഷെ വാഹന പരിശോധന അടക്കം വളരെ സ്ട്രിക്റ്റാണ്. ഈ പുലർച്ചെ പോലും നോയിഡയിൽ നിന്നടക്കം എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം തന്നെ കർശനമായ പരിശോധനയാണ് നടത്തുന്നത്. അതായത് ഈ സ്വകാര്യ വാഹനങ്ങളിലും മറ്റുമൊക്കെ ഈ പ്രതിഷേധക്കാർ രഹസ്യമായി കടന്നു കയറി ഈ ഡൽഹിയിലേക്ക് എത്തുമോ, ജന്തർ മന്ദറിലേക്ക് എത്തുമോ എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും ചെക്ക് പോയിന്റുകളിൽ എല്ലാം തന്നെ കർശനമായ പരിശോധന മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് കടത്തിവിടുന്നത്. അതുകൊണ്ട് വലിയ ട്രാഫിക് ബ്ലോക്ക് ഉൾപ്പെടെ നിൽക്കുന്നു. മെട്രോ നിയന്ത്രിച്ചിരിക്കുന്നു. ഇന്നലെ മെട്രോയ്ക്ക് നിയന്ത്രണമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഡൽഹി മെട്രോയ്ക്ക് നിയന്ത്രണമുണ്ട്. മെട്രോയിൽ കയറി പ്രതിഷേധക്കാർ എത്താതിരിക്കുക, അങ്ങനെ ഏത് വിധേനയും പ്രതിഷേധക്കാരെ ഇങ്ങോട്ടേക്ക് എത്താതിരിക്കുക, ജന്തർ മന്ദറിലേക്ക് എത്തിക്കാതിരിക്കുക എന്നത് തന്നെയാണ് പോലീസിന്റെ ദൗത്യം. ശരി അഭിലാഷ്, വരുന്ന ബുള്ളറ്റിനുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതീക്ഷിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ്. അഭിലാഷ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇന്ന് കൂടുതൽ കർഷകർ, കൂടുതൽ ആളുകൾ ഈ സമരത്തിലേക്ക് വരുന്നു. കർഷകർക്ക് പിന്തുണയുമായി കൂടുതൽ സംഘടനകൾ എത്തുകയാണ്. കർഷകർ ഇറങ്ങാന്ന് പറയുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളോ ഇറങ്ങുന്നത് പോലെയല്ല. അഭിലാഷിന്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ മണ്ണിൽ പണിയെടുക്കുന്നവൻ അവൻ നിശ്ചയദാർഢ്യത്തോടുകൂടി വരാൻ തുടങ്ങി. അത് മാത്രമല്ല, കഴിഞ്ഞ സമര സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ബോംബെയിലും ഒക്കെ ആളുകൾ ഇറങ്ങി വന്ന് ഇവർക്ക് ഭക്ഷണം. അന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പല ആളും പറയുന്നത് ബോംബെയിൽ ഇവരെല്ലാവരും എത്തിക്കഴിഞ്ഞാൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും, പരീക്ഷ നടക്കും. പക്ഷെ അങ്ങനെയല്ല കണ്ടത്. ബോംബെയിലെ മധ്യവർഗം മുഴുവൻ ഇറങ്ങിയിട്ട് ഇവർക്ക് ഭക്ഷണവും മരുന്നും, അത് കാല് ഒലിച്ചു വരുന്നവർക്ക് മരുന്നും കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ മനസാക്ഷി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കർഷകരുടെ സമരം ഇനി എങ്ങോട്ട് പോകും, എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള വളരെ പ്രാധാന്യമാണ്. നമ്മളൊരു ന്യൂസ് 18 ഒരു നാഷണൽ നെറ്റ്വർക്കാണ്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളും ഏറ്റവും കൃത്യമായ വിവരങ്ങളും നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നത്തെ പ്രധാന വിഷയമായി ഇത് തന്നെയാണ് കൊണ്ടുപോകുന്നത്. കർഷകരുടെ സമരം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ള പ്രേക്ഷകർ തുടരുക. അത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി വരും ബുള്ളറ്റിനുകളിൽ മറ്റു വാർത്തകളിലേക്ക് വരും. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രവീന്ദ്രനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യില്ലെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് രവീന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അടുത്ത മാസം 2-ന് ശിവശങ്കറിൻ്റെ ജാമ്യ ഹർജിയിൽ വിധി വരുന്നത് വരെ മാറി നിൽക്കാനാണ് രവീന്ദ്രൻ ഉദ്ദേശിക്കുന്നതെന്നാണ് സൂചന. ഇത് 2ാം തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി രവീന്ദ്രൻ ഒഴിവാക്കുന്നത്.
മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ഇഡിയുടെ കസ്റ്റഡിയിലുള്ള സമയത്താണ് ആദ്യം ചോദ്യം ചെയ്യലിന് വിളിച്ചത്. അന്ന് കോവിഡ് പോസിറ്റീവാണെന്ന് അന്വേഷണ ഏജൻസിയെ അറിയിച്ചു. രവീന്ദ്രനെയും ശിവശങ്കറെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള അവസരമാണ് അന്ന് ഇഡിക്ക് നഷ്ടമായത്. അടുത്ത മാസം 2-ന് ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിനു മുൻപെങ്കിലും രവീന്ദ്രനെ ചോദ്യം ചെയ്യണമെന്നായിരുന്നു ഇഡി ലക്ഷ്യമിട്ടിരുന്നത്. ഇവർ തമ്മിലുള്ള ആശയവിനിമയങ്ങളുടെ ഡിജിറ്റൽ രേഖകളടക്കം ഇഡി ശേഖരിച്ചിട്ടുണ്ട്. രവീന്ദ്രനിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ശിവശങ്കറിന്റെ ജാമ്യത്തിന് തടസ്സമാകാനും സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് രവീന്ദ്രൻ ഹാജരാകാതെ മാറി നിൽക്കുന്നതെന്നാണ് ഇഡിയുടെ വിലയിരുത്തൽ. ഇതിനുള്ള അടുത്ത പോംവഴി ആലോചിക്കുകയാണ് അന്വേഷണ ഏജൻസി. എൻ ശ്രീനാഥ്, ന്യൂസ് 18 കൊച്ചി. സി എൻ രവീന്ദ്രൻ്റെ കാര്യം അങ്ങനെയാണ്. രണ്ടുപേരെ അദ്ദേഹം മാറി നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നത്. നമുക്ക് ശിവശങ്കറിൻ്റെ കാര്യത്തിലേക്ക് പോകാം. ശിവശങ്കറിന് ജയിലിൽ പേനയും പേപ്പറും നൽകാൻ കോടതിയുടെ നിർദ്ദേശം. ബന്ധുക്കളെ വീഡിയോ കോൾ ചെയ്യാനും അനുമതി നൽകി. കുടുംബാംഗങ്ങളെ കാണാനും എറണാകുളം സെഷൻസ് കോടതി അനുമതി നൽകി. ശിവശങ്കർ സമർപ്പിച്ച അപേക്ഷയിലാണ് കാക്കനാട് ജയിൽ സൂപ്രണ്ടിന് കോടതി നിർദ്ദേശം നൽകിയത്. കസ്റ്റംസ് കസ്റ്റഡിക്ക് ശേഷം ജയിലിലെത്തുമ്പോൾ ഇവ അനുവദിക്കണമെന്നാണ് ഉത്തരവ്. എൻഫോഴ്സ്മെന്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ റിമാൻഡിൽ കഴിയുന്ന ശിവശങ്കറിനെ കഴിഞ്ഞ ദിവസമാണ് കസ്റ്റംസ് കസ്റ്റഡിയിൽ വിട്ടത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് NIA സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസിലെ 10 പ്രതികൾക്ക് NIA കോടതി ജാമ്യം അനുവദിച്ചതിന് എതിരെയാണ് അന്വേഷണ സംഘം ഹൈക്കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി സിജോ വി ജോണാണ് ചേരുന്നത്. സിജോ, നമുക്കറിയാം 10 പേർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചത്. എന്ത് സാഹചര്യത്തിലാണ് ഈ ജാമ്യം റദ്ദാക്കണം എന്ന് NIA ആവശ്യപ്പെടുന്നത്? ലല്ലു, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട 10 പേർക്കാണ് NIA കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇവർ ഈ ആളുകൾ ഈ സ്വർണ്ണക്കടത്തിന് പണം നേരിട്ട് നൽകിയ ആളുകളാണ്. പക്ഷേ ഇവർ നൽകിയ പണം സ്വർണ്ണക്കടത്തിനും അല്ലാതെ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് സംബന്ധിച്ച് കൃത്യമായ തെളിവുകളില്ല എന്നാണ് NIA കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികൾക്ക് NIA കോടതി നേരത്തെ തന്നെ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ടാണ് NIA ഹൈക്കോടതി അപ്പീൽ നൽകിയിരുന്നത്. ഈ അപ്പീലിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് വസ്തുതകൾ പരിശോധിക്കാതെയാണ് NIA കോടതി ഇത്തരത്തിൽ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. ഇവർ ഉപയോഗിച്ചിരിക്കുന്ന പണം അല്ലെങ്കിൽ ഇവർ നൽകിയിരിക്കുന്ന പണം തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുള്ള കൃത്യമായ തെളിവുകൾ കോടതിക്ക് നൽകുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ കേസിലെ മുഖ്യ പ്രതികളുമായിട്ടുള്ള ഇവരുടെ ബന്ധം അത് തെളിയിക്കുന്നതിനുള്ള അവരുമായിട്ടുള്ള ബന്ധം കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് യാതൊരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ളൊരു കാര്യമാണ് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ഈ കേസിൽ വാദം നടക്കുകയും ചെയ്യുക. എന്തായാലും NIA സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഇവിടെ ജാമ്യം എന്ന് പറയുന്നത്. കാരണം ഇവരെ മുഖ്യ പ്രതികളെ പ്രത്യേകിച്ച് സ്വപ്ന സുരേഷിൻ്റെയും ഒക്കെ ഉൾപ്പെടെയുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് ശിവശങ്കർ കേസുകൾ വന്നപ്പോഴും ശിവശങ്കറിനെ ഈ കേസിൽ ബന്ധിപ്പിക്കുന്നതിന് എന്ത് തെളിവാണെന്നുള്ള കാര്യമാണ് ചോദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ കസ്റ്റഡിയിൽ ഉള്ള അല്ലെങ്കിൽ ജാമ്യത്തിൽ പോയ പ്രതികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും അവരുടെ ജാമ്യം റദ്ദാക്കി അവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ ലഭിക്കുകയും അവരിൽ നിന്ന് ലഭിക്കുന്ന കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇനി കേസ് മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ബുള്ളറ്റുകളിലും വളരെ കാര്യമായി തന്നെ നോക്കുന്നു. കാരണം ലല്ലു ഓർമ്മയില്ല, അന്ന് ഈ 10 പേർക്ക് ജാമ്യം അനുവദിക്കുമ്പോൾ സാധാരണ രീതിയിൽ NIA ഇതൊരു കേസിൽ ഇങ്ങനെ ജാമ്യം കിട്ടുക തന്നെ അസാധാരണം. പക്ഷേ കോടതി കൃത്യമായ ചില നിരീക്ഷണം പറഞ്ഞിരുന്നു. ഈ പറഞ്ഞു കേൾക്കുന്നതല്ലാതെ തെളിവുകൾ എവിടെ എന്ന ചോദ്യം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവർക്കൊക്കെ തന്നെ കൺഫ്യൂഷനാണ് തോന്നുന്നത്. ഇതാരാണ് ചോദ്യം ചെയ്യാൻ വരുന്നത്? ഇപ്പോൾ ഡെയിലി ഓരോരുത്തർ വരുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രൂക്ഷമായ വിമർശനമാണ് കോടതിയുടെ ഭാഗത്ത് കസ്റ്റംസിന്. നിങ്ങൾ 24 മണിക്കൂറിൽ അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് എന്ന് വരെ കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആ ഒരു സാഹചര്യത്തിലേക്ക് ആയിരിക്കാം ഇവരുടെ ജാമ്യം റദ്ദാക്കണം, വിവരം കിട്ടാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഏതായാലും എന്തായാലും ഹൈക്കോടതിയിൽ സംഭവിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടുകൂടി ഇന്ന് നമ്മൾ നോക്കുന്നു. ഇതുകൂടാതെ ഇതൊക്കെ ബന്ധപ്പെട്ട രാഷ്ട്രീയമായി സംഭവിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. കേന്ദ്ര ഏജൻസികളും സർക്കാരുമായുള്ള പോരും മുറുകുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. കേന്ദ്ര ഏജൻസികൾക്കെതിരെ കൂടുതൽ സമര പരിപാടികൾ സെക്രട്ടേറിയറ്റ് ആലോചിക്കും. UDF നേതാക്കൾക്കെതിരായ അന്വേഷണ നടപടികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കാനുള്ള ചർച്ചകളും നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയാകും. മറ്റൊന്നുള്ളത് നമ്മുടെ ഒരു പുതിയ ബാങ്കാണ്, അതിൻ്റെ കേരള ബാങ്ക്. ഒരുപാട് കാലമായി നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന കാര്യം. അതിൻ്റെ ആദ്യ ഭരണസമിതി ഇന്ന് ചുമതലയേൽക്കുകയാണ്. CPM സംസ്ഥാന സമിതി അംഗം ഗോപി കോട്ടമുറിക്കൽ അധ്യക്ഷനാവും. 1ലധികം വൈസ് പ്രസിഡന്റുമാർ ഉണ്ടാകുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റും നേടിയാണ് LDF വിജയിച്ചത്.
എന്നുള്ളതും കൂടി പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യം. ഏതായാലും വി ആർ കാർത്തിക്കാണ് ഇപ്പോൾ ചേരുന്നത്. കാർത്തിക്, എങ്ങനെയാണ് ഭരണസമിതി, എപ്പോഴാണ് ചുമതലയേൽക്കൽ, എന്താണ് ബാങ്കിനെ സംബന്ധിച്ച് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? കാർത്തിക്. ഗോപി, കേരള ബാങ്ക് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. LDF സർക്കാർ അധികാരത്തിൽ വരും മുമ്പ് തന്നെ പ്രകടന പത്രികയിൽ ഉള്ള ഒരു മുഖ്യ പ്രഖ്യാപനമായിരുന്നു കേരള ബാങ്ക്. ഇടക്കാല ഭരണസമിതിയായിരുന്നു ഇത്രയും കാലം. തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഭരണസമിതിയാണ് ഇന്ന് അധികാരത്തിൽ എത്തുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് സഹകരണ ബാങ്കുകളുടെ ആസ്ഥാനമായ കോബാങ്ക് ടവറിലാണ് ഈ ചടങ്ങ് നടക്കുക. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരിക്കും ചടങ്ങ്. 14 പേരാണ് ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിൽ 12 പേരും CPMകാരാണ്. CPIക്ക് ഒരു പ്രതിനിധിയും കേരള കോൺഗ്രസ് എമ്മിനും ഒരു പ്രതിനിധിയുമുണ്ട്. ഇങ്ങനെയാണ് 14 പ്രതിനിധികൾ, തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ. ഇവരുടെ ആദ്യ യോഗമാണ് ഇന്ന് ചേരുന്നത്. ഇതിൽ നിന്നും ഒരാളെ ചെയർമാനായി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. CPM സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറിക്കലിനെ ആയിരിക്കും ചെയർമാനായി പ്രഖ്യാപിക്കുക. ഒന്നിലധികം വൈസ് പ്രസിഡന്റുമാർ ഉണ്ടാകും എന്നും കണക്ക് കൂട്ടുന്നു. 10 മണിയോടുകൂടി മുഖ്യമന്ത്രി തന്നെ അക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്യും. 1557 പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും അതോടൊപ്പം തന്നെ 51 അർബൻ ബാങ്കുകളുടെയും വോട്ടർമാരാണ് ഇത്തരത്തിൽ പുതിയ കേരള ബാങ്കിൻ്റെ അവരുടെ ഭരണസമിതിയെ തിരഞ്ഞെടുത്തത്. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് മാത്രമാണ് കേരള ബാങ്കിൽ ലയിക്കാതെ മാറി നിൽക്കുന്നത്. ഏതായാലും വലിയൊരു സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. കേരളത്തിൻ്റെ കാർഷിക വികസന രംഗത്ത് വലിയ തോതിലുള്ള മുന്നേറ്റത്തിന് കേരള ബാങ്ക് രൂപീകരണം ഉപകരിക്കും എന്നാണ് നേരത്തെ തന്നെ ഈ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. ഇടപാടുകാർക്ക് കുറഞ്ഞ ചെലവിൽ വിജിലൻസിന്റെ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തെ ആശുപത്രിയിൽ ചോദ്യം ചെയ്യാമെന്നൊക്കെ ഇന്നലെ കോടതി പറഞ്ഞു. നമുക്ക് പാലം എന്തായി എന്ന് നോക്കിയാൽ പാലാരിവട്ടം പാലം പൊളിക്കുന്നത് 2 ദിവസത്തിനകം പൂർത്തിയാകുമെന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. പ്രതീക്ഷിച്ചതിനേക്കാൾ 2 ആഴ്ചകൾക്ക് മുമ്പാണ് പാലം പൊളിക്കൽ പൂർത്തിയാകുന്നത്. നിർമ്മാണ തകരാറിനെ തുടർന്ന് പാലാരിവട്ടം പാലം പൊളിക്കാൻ തുടങ്ങിയത് സെപ്റ്റംബർ 28-നാണ്. 2.5 മാസമാണ് പൊളിക്കുന്നതിന് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ കരാർ ഏറ്റെടുത്ത പള്ളാശ്ശേരി എർത്ത് വർക്കേഴ്സിന് ഇതിനായി 57 ദിവസം മാത്രമാണ് വേണ്ടി വന്നത്. പാലത്തിന് മുകളിലെ ടാറുകൾ നീക്കം ചെയ്തായിരുന്നു ജോലിയുടെ തുടക്കം. പിന്നീട് ഗർഡറുകളും സ്ലാബുകളും ഓരോന്നായി മുറിച്ചു മാറ്റി. പിയർ ക്യാപ്പുകളും നീക്കം ചെയ്തു. മറ്റു ജോലികൾ 2 ദിവസത്തിനകം പൂർത്തിയാക്കാനാകുമെന്ന് കരാർ കമ്പനി അധികൃതർ പറയുന്നു. സൂപ്പർ സ്ട്രക്ചർ വർക്കുകളെല്ലാം തീർന്നു. എൻ്റെ ഗർഡറുകളും സ്ലാബുകളും എല്ലാം ലോവർ ചെയ്ത് കൃഷി ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് പിയർ ക്യാപ്പ്. എൻ്റെ ഒരു 3 പിയർ ക്യാപ്പുകളും കട്ട് ചെയ്യാനുണ്ട്. അത് ഇന്നും ശനിയാഴ്ചയായിട്ടും നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്യും. ഞായറാഴ്ച ആകുമ്പോഴേക്കും നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മളിവിടുന്ന് മാറും. പാലം പൊളിച്ചു നിൽക്കുന്നതിനോടൊപ്പം നിർമ്മാണ പ്രവൃത്തികളും പുരോഗമിക്കുകയാണ്. 8 മാസത്തിനകം പുതിയ പാലത്തിലൂടെ വാഹനം ഓടിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാനാണ് സർക്കാരിന്റെ നീക്കവും. ന്യൂസ് 18 കൊച്ചി. ഇബ്രാഹിം കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു. അല്ല, അത് എനിക്കതില്ല. കെട്ടാൻ എത്ര നാളെടുത്താണ് പൊളിക്കാനുണ്ടല്ലോ. ഇതാണ് ഈസിയായിട്ട് പൊളിച്ച് കൈ കൊടുക്കുകയാണ്. പക്ഷെ വളരെ ശാസ്ത്രീയമായി തന്നെയാണ് അതിൻ്റെ നടപടിക്രമങ്ങളും. ഇപ്പോൾ അതുപോലെ തന്നെ ഇബ്രാഹിം കുഞ്ഞിനെ പോലെ വിജിലൻസിൻ്റെ ഇതിലുള്ള മറ്റൊരാളാണ് ഖമറുദ്ദീൻ. പക്ഷേ ആ കേസിൽ ആ ഒരു ആദ്യത്തെ ആവേശം ഇപ്പോൾ ഇല്ലേ എന്ന സംശയമാണ് പല കോണിൽ നിന്നും പ്രകടിപ്പിക്കുന്നത്. കാരണം ഖമറുദ്ദീൻ MLA അറസ്റ്റിലായ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം പ്രതിസന്ധിയിലാണ്. അന്വേഷണ സംഘത്തിൻ്റെ ഏകോപനമില്ലായ്മ കേസിൻ്റെ നടത്തിപ്പിനെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണലിന്റെ പേരിൽ നിക്ഷേപം സ്വീകരിച്ച് വഞ്ചിച്ചെന്ന കേസിൽ നവംബർ 8-നാണ് പ്രത്യേക അന്വേഷണ സംഘം MC ഖമറുദ്ദീനെ അറസ്റ്റ് ചെയ്തത്. 5 ജില്ലകളിലെ DYSPമാരും CIമാരും അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് 1 മാസത്തിന് ശേഷമായിരുന്നു MLAയുടെ അറസ്റ്റ്. ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്ത 3 കേസുകളിലാണ് അറസ്റ്റ് ചെയ്തതെങ്കിലും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയ കേസുകളുടെ എണ്ണം 70 കഴിഞ്ഞു. DYSPമാരുടെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടക്കുന്നത്. അന്വേഷണ സംഘത്തലവൻ ASP വിവേക് കുമാർ ആണെങ്കിലും സമാനമായ കേസുകളിൽ ഒരേ കോടതിയിൽ വിവിധ ഉദ്യോഗസ്ഥർ ഹാജരായി റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് നിലവിൽ ചെയ്യുന്നത്. ഇത് കേസ് നടത്തിപ്പിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഏകോപനമില്ലായ്മ പ്രോസിക്യൂഷന്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഖമറുദ്ദീന്റെ അറസ്റ്റിന് പിന്നാലെ കൂട്ടുപ്രതിയായ പൂക്കോയത്തങ്ങൾ, മകൻ ഹിഷാം, ജനറൽ മാനേജർ സൈനുൽ ആബിദ് എന്നിവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. അന്വേഷണത്തിലെ മെല്ലെപ്പോക്കും ഏകോപനമില്ലായ്മയും കേസിനെ ബാധിച്ചേക്കുമെന്ന ആശങ്ക തട്ടിപ്പിന് ഇരയായവർക്കുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം കൂടിയാൽ കോവിഡ് പരിശോധന ഇടത്താവളങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന ആരോഗ്യവകുപ്പ്. ജീവനക്കാർക്കിടയിൽ 2 ആഴ്ച കൂടുമ്പോൾ ആന്റിജൻ ടെസ്റ്റ് നടത്താനാണ് ആലോചന. പൂജാ സമയങ്ങളിൽ ജീവനക്കാർ ഉൾപ്പെടെ ശ്രീകോവിലിന് മുന്നിൽ പ്രവേശിപ്പിക്കില്ല.
ശബരിമലയിൽ മേൽശാന്തി ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷ പ്രധാനമായാണ് കാണുന്നത്. അവർക്ക് രോഗം വന്നാൽ തീർത്ഥാടനത്തെ ആകെ ബാധിക്കുമെന്ന് ദേവസ്വം ബോർഡ് കണക്കുകൂട്ടുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രത്യേക പൂജകൾ നടത്തുന്ന ഭക്തരെയും സുരക്ഷാ ജീവനക്കാരെയും ഒഴിച്ചുള്ളവരെ ശ്രീകോവിലിന് മുന്നിൽ നിന്ന് ഒഴിവാക്കിയത്. തീർത്ഥാടകരുടെ എണ്ണം കൂട്ടുന്ന കാര്യത്തിൽ ഇനി സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. പ്രതിദിനം 3000 പേരെ പ്രവേശിപ്പിക്കാമെന്ന നിഗമനത്തിലാണ് ദേവസ്വം ബോർഡ്. തീർത്ഥാടകരുടെ എണ്ണം കൂട്ടിയാൽ ക്രമീകരണങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കണമെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തീർത്ഥാടന എണ്ണം കൂട്ടിയാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, വരുന്ന വഴിയിൽ തന്നെ ടെസ്റ്റ് ചെയ്യുക. ചെങ്ങന്നൂരായാലും കോട്ടയത്തായാലും തിരുവനന്തപുരത്തായാലും ഷൊർണൂരായാലും ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അത് നെഗറ്റീവ് ആകുമ്പോൾ ഇങ്ങോട്ട് വരാതിരിക്കുകയാണെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ അവിടെ വെച്ച് തന്നെ തിരിച്ചുവിടാൻ കഴിയുമെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഇവിടെ വന്ന് കെട്ടുമായിട്ട് വന്ന് പോസിറ്റീവ് ആകുന്ന ഭക്തരെ തിരിച്ചു വിടുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ മാനസിക സമ്മർദ്ദമുള്ളൊരു പരിപാടിയാണ്. ജീവനക്കാർക്കിടയിൽ രോഗം വ്യാപിക്കുന്നത് ആശങ്കയോടെയാണ് ദേവസ്വം ബോർഡും ആരോഗ്യവകുപ്പും കാണുന്നത്. ദേവസ്വം ബോർഡ് ജീവനക്കാർക്കിടയിൽ 14 ദിവസം കൂടുമ്പോൾ ആന്റിജൻ പരിശോധന നടത്താൻ ധാരണയായിട്ടുണ്ട്. നിലവിൽ രോഗം സ്ഥിരീകരിച്ചവർ ഭക്തരുമായി സമ്പർക്കത്തിൽ ഉണ്ടായിരുന്നവരല്ല എന്നതാണ് ഏക ആശ്വാസം. ന്യൂസ് 18 സന്നിധാനം. നമുക്ക് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊടിമരം, ഒരുപാട് അമ്പലങ്ങളിൽ കൊടിമരമുണ്ട്. ഏതെങ്കിലും ഒരു മരം വെട്ടി കൊടിമരം ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അത് നമുക്കറിയാമല്ലേ, പല ഘട്ടങ്ങളിൽ നടക്കുന്നത് ലക്ഷണമൊത്തൊരു മരം വേണം. ഈ മരം മുറിച്ച് വെച്ചാൽ ഇത് ഭൂമി തൊടാതെ കൊണ്ടുപോകണം. അങ്ങനെയുള്ള ഒരുപാട് ചടങ്ങുകളുണ്ട് ഈ കൊടിമരത്തിന് പിന്നിൽ, കൊടിമര നിർമ്മാണത്തിന് പിന്നിൽ. ശബരിമലയിലെ സ്വർണ്ണ കൊടിമരത്തിൻ്റെ നിർമ്മാണവും അങ്ങനെ തന്നെയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏറ്റവും പുതിയ കൊടിമരം അവിടെ വന്നിട്ട് കുറച്ചായി. പക്ഷേ ആ കൊടിമരം ഉണ്ടായതെങ്ങനെ എന്ന് പ്രേക്ഷകരെ അറിയിക്കാനാണ് നമ്മളൊരു ശ്രമം. അതായത് ഈ മരം മുറി മുതൽ മരം കൊടിമരമാകുന്നവരുള്ള ആ ഒരു മുഴുവൻ പ്രോസസ്സും അതൊരു 4 മിനിറ്റോളം വരുന്നൊരു വീഡിയോയാണ്. മനോഹരമായ ദൃശ്യങ്ങളാണ്. നമുക്കത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. എങ്ങനെയാണ് ശബരിമലയിലെ കൊടിമരം നിർമ്മിക്കുന്നത്, കൊടിക്കുള്ള മരം എങ്ങനെയാണ് കണ്ടെത്തുന്നത്, സ്വർണ്ണ കൊടിമരത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ കഥ പറയുകയാണ് ഒരു ഡോക്യുമെൻ്ററി. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. ക്ഷേത്രനട അടഞ്ഞുകിടക്കുമ്പോൾ കൊടിമരത്തെ വലം വെച്ചാണ് വിശ്വാസികൾ പ്രാർത്ഥിക്കുക. കൊടിമരത്തിലെ പ്രതിഷ്ഠാവാഹനം കണ്ടാൽ അകത്തെ മൂർത്തിഭാവത്തെ അറിയാമെന്നാണ് ഐതിഹ്യം. ശബരിമലയിലെ കൊടിമരത്തിനുള്ള മരം കണ്ടെത്തുന്നത് മുതൽ പ്രതിഷ്ഠ നടക്കുന്നതുവരെയുള്ള ചടങ്ങുകൾ മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. കോന്നി വനത്തിൽ നിന്നുമാണ് ഇത്തവണ മരം കണ്ടെത്തിയത്. പമ്പയിലെത്തിച്ച് മാസങ്ങളോളം എണ്ണത്തോണിയിലിട്ട് മരം പാകപ്പെടുത്തുന്നു. കടുകിടമാറാത്ത ആചാരവും അണപൊട്ടുന്ന ആഘോഷവുമായാണ് ചടങ്ങുകൾ നടക്കുക. സ്വർണ്ണക്കൊടിമരത്തിന്റെ മുഖ്യശില്പി പരുമല പി അനന്തൻ ആചാര്യയുടെ മകൻ അനു അനന്തനാണ് ഡോക്യുമെന്ററിയുടെ ശില്പി. വിശ്വാസവും ആചാരവും ചരിത്രവുമെല്ലാം ശബരീശന്റെ ധ്വജസ്തംഭം എന്ന ഡോക്യുമെന്ററി പങ്കുവയ്ക്കുന്നു. നിന്റെ കാലടി തൊഴുതിട്ട് കാരണം പറയുമ്പോൾ കനിയണേ അയ്യപ്പ. നിന്റെ കാലടി തൊഴുതിട്ട് കാരണം പറയുമ്പോൾ കനിയണേ അയ്യപ്പ. അമ്പട് വില്ലട് പൊയ്യിന് മല്ലിട് മെയ്യനേ അയ്യപ്പ. നീ വൻപുലിയേറിട് തുമ്പം തീർത്തിട് വരദനേ അയ്യപ്പ. രതീഷ് വേഗയാണ് ഡോക്യുമെന്ററിയുടെ സംഗീതം നിർവഹിച്ചത്. ശബരീശന്റെ ധ്വജസ്തംഭം തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടി പ്രകാശനം ചെയ്യും.
പിണറായി സിനിമയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, പബ്ലിക്കിന്റെ സെർവന്റ് ആണ് പോലീസ്. അതാണ് എന്തൊരു കോയിൻസിഡന്റ് ആണെന്ന് ആലോചിച്ച് നോക്കണം അല്ലേ. നമ്മൾ ഈ കാവൽത്തുറൈ ഉങ്കൽ നൻപൻ എന്നൊക്കെ നമ്മളിത് എഴുതി കാണിക്കുക വായിക്കുക ചെയ്തിട്ട് തൊട്ടടുത്ത് പറയാൻ പോണ വാർത്തയാണ്. അതെ, ആ വാർത്ത ഒന്നുമല്ലോ എന്ന് പറഞ്ഞോളൂ. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ അച്ഛനെ മകളുടെ സാന്നിധ്യത്തിൽ അധിക്ഷേപിച്ച സംഭവത്തിൽ AICക്കെതിരെ നടപടി. തിരുവനന്തപുരം നെയ്യാഡാം സ്റ്റേഷനിലെ ഗ്രേഡ് ASI ഗോപകുമാറിനെതിരെയാണ് നടപടി. പോലീസുകാരൻ അപമര്യാദയായി പെരുമാറുന്ന വീഡിയോ വൈറലായതോടെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും IG ഉത്തരവിട്ടു. സാറ് സംസാരിക്കാൻ എനിക്ക് അത്ര വിഷമമായിട്ടില്ല ഞാൻ പറഞ്ഞത്. കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട പരാതി നൽകാനെത്തിയപ്പോഴാണ് നെയ്യാർഡാം സ്വദേശി സുദേവനോട് പോലീസ് മോശമായി പെരുമാറിയതെന്നാണ് പരാതി. അപ്പൊ അതാണ് പോലീസ് സ്റ്റേഷൻ. ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു പരാതിയും കൊണ്ട് വന്നതിന് ഇങ്ങനെയാണ് വരുന്നവര് സംസാരിക്കുന്നത്. നമ്മൾ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു ഞങ്ങൾക്ക് നോക്കാൻ മനസ്സില്ല. അത് തന്നെ നമ്മൾ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് വരുന്നവരെ പറയാം. അത് പോലീസ് തന്നെയാണ്. എന്തായാലും പോലീസ് സ്റ്റേഷൻ നെയ്യാടാൻ മാത്രമല്ലല്ലോ, ഇതിന്റെ കൂടിയ പോലീസ് സ്റ്റേഷൻ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സുദേവൻ പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തിയത്. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടെ ഗ്രേഡ് ASI ഗോപകുമാർ സുദേവനോട് മോശമായി പെരുമാറുന്ന ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായത്. ഇതോടെ പോലീസ് മേധാവി തന്നെ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. സുദേവനെ അധിക്ഷേപിച്ച ഗ്രേഡ് ASI ഗോപകുമാറിനോട് അടിയന്തരമായി ബറ്റാലിയനിൽ റിപ്പോർട്ട് ചെയ്യാൻ DGP ഉത്തരവിട്ടു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് നൽകാൻ DIGയെ ചുമതലപ്പെടുത്തി. അന്വേഷണത്തിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എന്നാൽ സുദേവൻ ഇക്കാര്യത്തിൽ പരാതിയില്ലെന്ന നിലപാടിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. എനിക്കൊന്ന് ചങ്ങായിക്കെന്തോ ബറ്റാലിയനിലേക്ക് എന്തോ ട്രാൻസ്ഫർ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു, അല്ലെ പിന്നെ എങ്ങനെ ഉണ്ടാവും ഒരു കാര്യം. ഞാനതിൽ ശ്രദ്ധിച്ചത് മറ്റു പോലീസുകാരുടെ കാര്യമാണ്. ഇത് സംഭവം പന്തിയില്ലാന്ന് തോന്നിയപ്പോൾ എല്ലാവരും മാസ്ക് ഇട്ടിട്ട് നൈസായിട്ട് എന്നിട്ട് ഇൻഡിക്കേറ്റർ എടുക്കുന്ന തിരിഞ്ഞ് നടക്കുകയാണ്. ഞങ്ങൾ ഇവിടുത്തുകാരല്ല എന്നുള്ള മട്ടില്ലേ. ഏതായാലും സഭയായിട്ട് അത് അന്വേഷിച്ചിട്ട് എന്താ ഉണ്ടാവുന്നത് കണ്ടെത്തിട്ട് ഏതായാലും അദ്ദേഹത്തിന് ബറ്റാലിയനിലേക്ക് ബറ്റാലിയനിൽ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ബറ്റാലിയൻ്റെ അടുത്തകാരാണോ അത് പുള്ളിക്കാരൻ്റെ വീട്, അതിന് വേണ്ടിയുള്ള പരിപാടിയാണെന്ന് അറിയാം. ഏതായാലും നാട്ടുകാരോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നവർ സൂക്ഷിക്കുക. കഴിഞ്ഞ ദിവസം കണ്ടു അല്ലേ നമ്മള് ഒരു വഴിയോര കച്ചവടക്കാരോട് ഈ കണ്ണൂർ സംഭവിക്കുന്നത് ഒരു കാര്യമില്ല, ഇറങ്ങുക ചീത്ത വിളിക്കുന്നത് എല്ലാവരും അല്ലേ, ചിലർക്ക് അപൂർവം ചിലർ. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് അവർ തന്നെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും തിരുത്തുകയും ചെയ്യട്ടെ. ഏതായാലും സംഭവം മോശമാണ്, എല്ലാ നടപടി ഉണ്ടാവുകയും ചെയ്തു. ഇനി രാവിലെയാണ് സമയം, ഒരു ചായയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് വെറും ചായയാണ് ഇന്ന് വിചാരിച്ചുള്ളത്. ചായ എല്ലാവരും കുടിക്കും, പക്ഷേ ഇത് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ചായയും കടി എന്ന് പറയുന്നവർ ഇതെല്ലാം ഒരുമിച്ചാണ്. 2 in 1 എന്നൊക്കെ പറയുന്ന പോലെ ബിസ്ക്കറ്റ് ചായ കുടിച്ചിട്ടുണ്ടോ? ബിസ്ക്കറ്റും ചായയുമല്ല, മറിച്ച് ബിസ്ക്കറ്റ് കപ്പിലെ ചായ. തിരുവനന്തപുരം ശാസ്തമംഗലത്തെ ചായ ഹോളിക് എന്ന കടയിലെ വ്യത്യസ്തമായ ആ ചായ കാണാം, കുടിക്കാം. ആള് ഇത്തിരി കുഞ്ഞനാണ്, പക്ഷേ എഫക്റ്റ് ആണെങ്കിൽ ഡബിളും. 20 രൂപ കൊടുത്താൽ ഒറ്റയടിക്ക് ചായയും കുടിക്കാം, ബിസ്ക്കറ്റും കഴിക്കാം. ബിസ്ക്കറ്റ് കപ്പിലെ ഈ ചായയ്ക്ക് സ്വാദും ഏറെയാണ്. ലോക്ക്ഡൌൺ കാലത്ത് കച്ചവടത്തിൽ നേരിട്ട വലിയ തിരിച്ചടിയാണ് സുഹൃത്തുക്കളായ യൂസഫിനെയും കമാലിനെയും പുതിയ ആശയത്തിലേക്ക് നയിച്ചത്. നേരത്തെ നടത്തിയിരുന്ന ജ്യൂസ് കട നഷ്ടത്തിലായതോടെ ചായ ഹോളിക് എന്ന പുതിയ കട തുടങ്ങി. ഒപ്പം ബിസ്ക്കറ്റ് ചായ എന്ന പരീക്ഷണവും. കഴിഞ്ഞ മാർച്ചോട് നമുക്ക് ഒരുവിധം ബിസിനസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ 8 മാസം ബിസിനസ് വളരെ മോശമായിരുന്നു. പിന്നെ ഞങ്ങൾ നേരത്തെ നിർത്തിയ ഷോപ്പ് മാറ്റിയിട്ട് ഇങ്ങനത്തെ ഒരു ചായയുടെ നോക്കി. എല്ലാവരും ഒരു ചായ വെച്ചിട്ടുണ്ട്. ഇവിടെ കൂടുതലും തമിഴ് സ്റ്റൈലിലെ ചായയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറ്റിയൊക്കെ ഒരു മലബാർ സ്റ്റൈലിലും അല്ലെങ്കിൽ ഒരു പെരുത്ത ഒരു പേര് നമ്മൾ സെലക്ട് ചെയ്ത് യൂട്യൂബിൽ കൂടി ചായ ഹോളിക്കെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ സുഹൃത്ത് കമാലെ കുടിച്ചായിരുന്നു. അങ്ങനെ നമ്മളിത് മാറ്റിയെടുത്തത്. ഇപ്പം നമുക്കൊരു സംതൃപ്തി ഉണ്ട്, കാര്യം ജനങ്ങളൊക്കെ വരുന്നു, ഈ പ്രത്യേക ടീ ആണെന്ന് പറയും, കുടിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. അതൊക്കെ പുതിയ ഐറ്റം ചായ രുചിച്ചവർക്ക് ഇതാണ് പറയാനുള്ളത്. ഇത് കുടിക്കാനായിട്ട് ഞങ്ങൾ ദൂരെ നിന്ന് വരുവാണ്. രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിരുന്നു. അപ്പോഴൊക്കെ സ്റ്റോക്ക് ഇല്ല, നെക്സ്റ്റ് വീക്കേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് വന്നപ്പോഴും
ഹാഫ് ആൻ അവർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ചായയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ബിസ്ക്കറ്റ് വരുന്നത് നല്ല ഒരു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് കാണുന്നത്. നല്ല ടേസ്റ്റാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് ബിസ്ക്കറ്റും ചായയും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കഴിക്കുന്നത്. ചായ നിറയ്ക്കാനുള്ള ബിസ്ക്കറ്റ് കപ്പുകൾ ചെന്നൈയിൽ നിന്നാണ് എത്തിക്കുന്നത്. ചായ പ്രേമികളായ മലയാളികൾക്കിടയിൽ പുതിയ തരംഗമാവുകയാണ് ബിസ്ക്കറ്റ് ചായ. ക്യാമറമാൻ സന്തോഷ് മണക്കാടിനൊപ്പം SS ശരൺ, News 18, തിരുവനന്തപുരം. സംഗതി കൊള്ളാല്ലേ? ചെറിയൊരു വിശപ്പൊക്കെ വരുന്നുണ്ട്. വിശപ്പ് വരുന്നു. പക്ഷേ എനിക്ക് ബിസ്ക്കറ്റ് അത്ര ഒരു പിടുത്തമില്ലാത്തതുണ്ട്. ഉഴുന്നുവടയിൽ ഒഴിച്ച് വല്ല ചായയോ വല്ല സമൂസയിലൊക്കെ ഒഴിച്ച് അതിനുള്ള അങ്ങനെയുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ വരട്ടെ. ഏതായാലും ഇന്നോവേറ്റീവായിട്ട് അന്തർദേശീയ തലത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഗ്രീഷ്മയാണ് ചെയ്യുന്നത്. ഗ്രീഷ്മ, എന്തൊക്കെയാണുള്ളത്? ഗുഡ് മോർണിംഗ് ഗോപി. ലോകമേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കോവിഡ് വാക്സിന്റെ അവസാനഘട്ട പരീക്ഷണം ഇപ്പോൾ പ്രതിസന്ധിയിലാണെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഇലക്ട്രൽ കോളേജ് വോട്ട് ഫലം വരുന്നത് വരെ അന്തിമ ഫലം അംഗീകരിക്കില്ലെന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടും പുറത്തു വരുന്നു. ഈ വാർത്തകളാണ് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. പ്രതീക്ഷയോടെ കാത്തിരുന്ന ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ കോവിഡ് വാക്സിൻ പരീക്ഷണം ആശങ്കയിൽ. അവസാനഘട്ട പരീക്ഷണത്തിൽ വീഴ്ച സംഭവിച്ചതായാണ് പ്രാഥമിക റിപ്പോർട്ട്. മരുന്നിന്റെ പകുതി ഡോസ് മാത്രം നൽകിയവർക്കാണ് 90% ഫലപ്രാപ്തി ലഭിച്ചതെന്നും മുഴുവൻ ഡോസ് നൽകിയവരിൽ 65% മാത്രമാണ് ഫലപ്രാപ്തിയെന്നും പുതിയ പഠനം പറയുന്നു. 50 വയസ്സിൽ താഴെയുള്ളവർക്കാണ് പകുതി ഡോസ് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ മരുന്നിന്റെ ഗുണമല്ല, ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയാണ് ഇവർക്ക് ഗുണം ചെയ്തതെന്നാണ് വിലയിരുത്തൽ. ഇതോടെ 3ാം ഘട്ട പരീക്ഷണം വീണ്ടും നടത്താനാണ് മരുന്ന് നിർമ്മാണ കമ്പനിയായ ആസ്ട്രാസെനകയുടെയും ഓക്സ്ഫോർഡ് സർവകലാശാലയുടെയും തീരുമാനം. ഇതോടെ വാക്സിൻ ജനങ്ങളിലേക്ക് എത്താൻ വീണ്ടും സമയമെടുക്കുമെന്നാണ് സൂചന. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 6,12,00,000 കടന്നു. 24 മണിക്കൂറിനിടെ 10,800 മരണമാണ് ലോകത്ത് നടന്നത്. ഇതോടെ ആകെ കോവിഡ് മരണം 14,36,000 കടന്നു. അമേരിക്കയിൽ 1,32,00,000 പേർക്ക് കോവിഡ് ബാധിച്ചതായാണ് കണക്ക്. അമേരിക്കയിൽ മരണം 2,69,000 കടന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഇലക്ട്രൽ കോളേജ് ഫലം കൂടി പുറത്തു വന്ന ശേഷം മാത്രമേ സ്ഥാനമൊഴിയുന്ന കാര്യം പരിഗണിക്കുകയുള്ളൂ എന്ന് ഡൊണാൾഡ് ട്രംപ്. അതുവരെ പരാജയം അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ട്രംപ്. ഡിസംബർ 14-നാണ് ഇലക്ട്രൽ കോളേജ് ഫലം ഔദ്യോഗികമായി പുറത്തുവരിക. 306 ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ നേടി ബൈഡൻ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. 270 വോട്ടുകളായിരുന്നു വിജയത്തിന് ആവശ്യം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിലപാട് മാറ്റി ചൈന. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ജോ ബൈഡനെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സംഘർഷരഹിതമാക്കാൻ കഴിയട്ടെ എന്നും ഷീ ജിൻപിങ് ആശംസിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും വരെ പ്രതികരിക്കില്ലെന്നായിരുന്നു ചൈനയുടെ ആദ്യ നിലപാട്. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം വരട്ടെ എന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് റഷ്യ ഇപ്പോഴും. കൂടുതൽ വിശേഷങ്ങൾക്കായി തിരികെ ലല്ലുവിലേക്കും ഗോപിയിലേക്കും. അപ്പോൾ അതാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇന്നത്തെ ഏതായാലും ട്രംപ് ഏതായാലും മയപ്പെട്ട് വരുന്നുണ്ട്. അതൊരു നല്ല സൂചനയായിട്ടാണ് കാണുന്നത്. പല കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നുന്നൊരു കാര്യം, നമ്മൾ ഈ ഷോ തുടങ്ങിയ ദിവസം മുതൽ സുരേന്ദ്രൻപിള്ള എന്ന് പറയുന്നൊരു ചേട്ടൻ അങ്ങനെ പ്രൊഫൈലാണ്. അപ്പോൾ എന്നും വരും പിന്നെ ഗുളിക 3 നേരം തിന്നുന്നവരാണ് പുള്ളി. വന്ന് ഇങ്ങനെ 2 കമൻറ്റ് മസ്റ്റാണ് ഇന്നുണ്ട്. 2 കമൻറ്റ് മസ്റ്റ് എന്ന് വെച്ചാൽ മുഖമൊന്നുമില്ല, സുരേന്ദ്രൻപിള്ള എന്നുള്ള പേര് മാത്രമേ. ആദ്യം പറയാം, വരുന്നതിലും കമൻറ്റ് ഇടുന്നതിലും സന്തോഷം. വരുന്നതിന് കന്നിട്ട് കാണുന്നുണ്ടല്ലോ. പക്ഷെ കമൻറ്റുകളൊക്കെ ഭയങ്കര രസമാണ്. പുള്ളിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അടിയന്തരമായി കേരളത്തിൽ നടപ്പാക്കേണ്ട കുറേ സംഭവങ്ങളുണ്ട് എന്നാണ് പുള്ളി ഇന്നത്തെ കമൻറ്റ്. മോസ്റ്റ് ഓഫ് ദി കോൺഗ്രസ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ് ഇൻ ഇന്ത്യ ആർ ദി അണ്ടർ കവർ ഏജൻറ്റ്സ് ഓഫ് പാകിസ്ഥാൻ ആൻഡ് ചൈന. ഡിവൈഡ് ഇന്ത്യ ഓൺ ദി ബേസിസ് ഓഫ് റിലീജിയൻ ആൻഡ് ഡിസ്ട്രോയ് ഇന്ത്യ ഈസ് ദ ആക്ച്വൽ അജണ്ട ഓഫ് ദീസ് പ്രോ പാകിസ്ഥാനി പ്രോ ചൈനീസ് കോൺഗ്രസ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെയാണ്. ഫുൾ ഇംഗ്ലീഷാണ്. എല്ലാം എന്നും ഫുൾ ഇംഗ്ലീഷാണ്. വൈപ്പ് ഔട്ട് ദീസ് ആൻറ്റി നാഷണൽ കോൺഗ്രസ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫ്രം കേരള ഇമ്മീഡിയറ്റ്ലി. ഈ 10-15 ദിവസമായി ഇമ്മീഡിയറ്റ്ലി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും സുരേന്ദ്രൻപിള്ള ചേട്ടൻ വളരെ സന്തോഷമുണ്ട്. പരിപാടി കാണുന്നുണ്ട്, നമ്മൾ ഷോ കാണുന്നതിനകത്ത് വരുന്നുണ്ട്, കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്. എന്തായാലും ഗുഡ് മോർണിംഗ്. മുഖമൊന്നുമില്ല, ആ മുഖമൊക്കെ ഒന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കൂടെ ഒന്ന് കാണാമായിരുന്നു. അതെ, നമുക്ക് ആളിനെ ഒന്ന് കാണാമായിരുന്നു. അത് കാണാനുള്ള ബോധ്യം കൊണ്ടാണ് നമ്മളേതായാലും നാഷണൽ വാർത്തകളിലേക്ക് പോവുകയാണ്. വീണ്ടും ഫെമിയാണ് ചേരുന്നത്. ഫെമി, ഗുഡ് മോർണിംഗ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നേരെ നാഷണൽ വാർത്തയിലേക്ക് കയറിക്കും.
ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ സ്ഥാപകൻ ഫാക്കിർ ചന്ദ് കോഹ്ലി അന്തരിച്ചു. ഇന്ത്യൻ IT വ്യവസായത്തിന്റെ പിതാവെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. TCSൻ ആദ്യ സിഇഒയായും ഫാക്കിർ ചന്ദ് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 96 വയസ്സായിരുന്നു. രാജ്യത്തെ സാക്ഷരതാ പ്രവർത്തനങ്ങളിലും ഫാക്കിർ ചന്ദ് സജീവമായിരുന്നു. കോവിഡ് വാക്സിന്റെ ഉൽപാദനവും വിതരണവും വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കും. ബ്രിട്ടീഷ് കമ്പനി ആസ്ട്രാസെനകുമായി ചേർന്നാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരീക്ഷണം നടക്കുന്നത്. മൂന്നാം ഘട്ട പരീക്ഷണങ്ങൾക്ക് ശേഷം വാക്സിന് 90% ഫലപ്രാപ്തി ഉണ്ടെന്നായിരുന്നു അവകാശവാദം. എന്നാൽ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട്. മറ്റൊരു വാക്സിൻ നിർമ്മാതാക്കളായ ഹൈദരാബാദിലെ ഭാരത് ബയോടെക്കും പ്രധാനമന്ത്രി നാളെ സന്ദർശിക്കും. കോവിഡിനെ തുടർന്ന് പ്രതിസന്ധിയിലായ വ്യവസായ മേഖലയ്ക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ. അടിയന്തര ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി പദ്ധതിയിൽ കൂടുതൽ വ്യവസായങ്ങളെ ഉൾപ്പെടുത്തും. ഇതോടെ വ്യവസായ മേഖലയ്ക്കുള്ള വായ്പകൾ കൂടുതൽ ഉദാരമാകും. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും നാശം വിധിച്ച നിവാർ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞു. തമിഴ്നാട്ടിൽ റോഡ്, റെയിൽ ഗതാഗതം വൈകുന്നേരത്തോടെ സാധാരണ നിലയിലാകും. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നുമുള്ള സർവീസുകൾ പുനരാരംഭിച്ചു. ആന്ധ്രാപ്രദേശിലേക്ക് പ്രവേശിച്ച നിവാർ ന്യൂനമർദ്ദമായി മാറിയതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കർണാടകയിലും ആന്ധ്രാ തീരത്തും ഇന്ന് ശക്തമായ മഴ ലഭിക്കും. ബാംഗ്ലൂരു അടക്കമുള്ള പ്രദേശങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി 4 പേരാണ് ചുഴലിക്കാറ്റിനെ തുടർന്ന് മരിച്ചത്. തമിഴ്നാട്ടിൽ 3 പേർ മരിച്ചതായി അധികൃതർ അറിയിച്ചു. 2.25 ലക്ഷം പേരെയാണ് തമിഴ്നാട്ടിൽ നിന്ന് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി ശക്തി പ്രാപിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഭീമ കൊറേഗാവ് കേസിൽ അറസ്റ്റിലായ മനുഷ്യാവകാശ പ്രവർത്തകൻ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ജാമ്യാപേക്ഷ NIA കോടതി വീണ്ടും തള്ളി. പാർക്കിൻസൺസ് രോഗിയെന്ന നിലയിൽ ജയിലിൽ കമ്പിളിപ്പൊതുപ്പ് അനുവദിക്കണമെന്ന ആവശ്യവും കോടതി പരിഗണിച്ചില്ല. ഡിസംബർ 4-ന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നാണ് കോടതിയുടെ നിലപാട്. അടുത്ത അധ്യയന വർഷം മുതൽ പ്രാദേശിക ഭാഷകളിൽ സാങ്കേതിക വിദ്യാഭ്യാസം നേടാൻ അവസരമുണ്ടാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ. IITകളും NITകളിലുമടക്കം മാതൃഭാഷയിൽ പഠനത്തിന് അവസരമുണ്ടാക്കും. മാതൃഭാഷ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ചേരും. മുതിർന്ന നേതാക്കളായിരുന്ന അഹമ്മദ് പട്ടേലിന്റെയും തരുൺ ഗൊഗോയിയുടെയും നിര്യാണത്തിൽ അനുശോചിക്കുന്നതിനായിട്ടാണ് സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ യോഗം വിളിച്ചിരിക്കുന്നത്. ദേശീയ ട്രഷറർ കൂടിയായിരുന്ന അഹമ്മദ് പട്ടേലിന് പകരക്കാരനെ നിശ്ചയിക്കുന്ന കാര്യവും പരിഗണനയ്ക്ക് വന്നേക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം സ്ഥിരം അധ്യക്ഷൻ വേണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണ്. മുതിർന്ന നേതാക്കൾ കലാപക്കൊടി ഉയർത്തിയ പശ്ചാത്തലത്തിൽ പാർട്ടി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചും യോഗം പ്രാഥമിക ചർച്ച നടത്തിയേക്കും. തിരികെ ഗോവയിലേക്കും ലല്ലുവിലേക്കും. നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ കേരളത്തിൽ കാണേണ്ട കുറേ സ്ഥലങ്ങൾ ബാക്കിയുണ്ടല്ലേ. കേരളത്തിൽ അങ്ങനെ അധികം ആർക്കും പരിചയമില്ലാത്ത, അധികം ആളുകൾ കടന്നു ചെന്നിട്ടില്ലാത്ത കുറേ മനോഹരമായ സ്ഥലങ്ങളുണ്ട്. നമ്മൾ അവിടേക്കുള്ളൊരു യാത്ര ഇടുക്കിയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം സന്ദീപ് അവിടെ നിന്നൊരു 33 വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടം കൊണ്ടുവരുന്നു. ഞാൻ അത് കേട്ടപ്പോൾ ഞാൻ 33 വെള്ളച്ചാട്ടം അതെന്തോന്നു, നമ്മൾ മാങ്കുളത്താണ് ഒരു വെള്ളച്ചാട്ടമാണ്. ഭയങ്കര രസമാണ് അതിങ്ങനെ വരുന്നത്. ഇടുക്കിയിൽ തന്നെയാണ് സന്ദീപ് അടുത്ത സംഗതി കൊണ്ടുവന്നേക്കുന്നത്. പ്രകൃതി മനോഹാരിത കൊണ്ട് സമ്പന്നമായ ഇടുക്കി ഹൈറേഞ്ച് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. കാണാക്കാഴ്ചകൾ ഇനിയും ഒത്തിരിയുണ്ട് ഇടുക്കിയിൽ. അങ്ങനെയൊരു സ്ഥലത്തേക്കുള്ള യാത്രയാണ് ഇനി. ആരും കയറി ചെല്ലാത്ത അഡ്വഞ്ചർ ട്രക്കിങ്ങിന് പറ്റിയ ഒരു അടിപൊളി സ്ഥലം. ചിലത് നഷ്ടമാകുമ്പോൾ മറ്റു ചിലത് പ്രകൃതി നമുക്കായി കരുതി വെക്കും. ആ കരുതലിന്റെ കാഴ്ചയാണ് പൊന്മുടി അണക്കെട്ട് നിർമ്മിച്ചപ്പോൾ നീരൊഴുക്ക് നിലച്ച പന്നിയാർ പുഴയിലുള്ളത്. ആരെയും ആകർഷിക്കുന്ന ആ ദൃശ്യ മനോഹാരിത ആദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ന്യൂസ് 18ന്റെ ക്യാമറ കണ്ണുകൾ.
വലിയ പാറയ്ക്കടിയിലെ ഗുഹ. കത്തി നിൽക്കുന്ന വെയിലിലും ഇതിനടിയിൽ മരം കോച്ചുന്ന തണുപ്പാണ്. ഒരു വശത്തുകൂടി കയറി മറുവശത്തുകൂടി പുറത്തേക്കിറങ്ങാം. പൂർണ്ണമായി ഉള്ളിൽ ചെന്നാൽ വെളിച്ചം നന്നേ കുറവാണ്. പുറത്തുനിന്ന് നോക്കിയാൽ ഇത്തരമൊരു ഗുഹ ഇവിടെ ഉണ്ടെന്ന് ആരും പറയില്ല. ഇവിടുത്തെ സമീപവാസികളായ നാട്ടുകാരുടെ ശ്രമഫലം കൂടിയാണ് ഈ മനോഹര പ്രദേശം പ്രകൃതിയുടെ തനിമ നഷ്ടപ്പെടാതെ ഇങ്ങനെ നിലനിൽക്കാൻ കാരണം. ഞങ്ങൾ ഈ പുഴ വളരെ മനോഹരമായി ഇപ്പോഴത്തെ അവസ്ഥയിൽ കിടക്കാൻ ഞങ്ങൾ വളരെയേറെ ഈ പരിസരവാസികൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം ഞങ്ങൾ പെറുക്കി കളയുന്നുണ്ട്. ഡാം അഴിച്ചുവിടുമ്പോൾ മാത്രമാണ് ഇവിടെ നീരൊഴുക്കുണ്ടാകാറ്. പിന്നീട് ഷട്ടറുകൾ താഴ്ത്തിയാൽ പ്രദേശവാസികളിൽ ചിലർ ഇവിടെ എത്തും. ഒഴുകിയെത്തി തങ്ങി നിൽക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ഇവർ തന്നെ നീക്കം ചെയ്യും. പ്രകൃതിയെ സംരക്ഷിക്കുകയും പ്രകൃതിയോടിണങ്ങി ജീവിക്കുവാൻ പുതിയ തലമുറയെ പഠിപ്പിക്കുകയും ചെയ്യുകയാണിവർ. പഴമയുടെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. കാവു തീണ്ടരുത് മക്കളെ, കുളം പറ്റും. ആ പഴമൊഴി നെഞ്ചിലേറ്റി കുറച്ച് നാട്ടുകാരുടെ പ്രയത്നമാണ് ഈ പച്ചപ്പിങ്ങനെ നിറഞ്ഞു നിൽക്കാൻ കാരണം. ആർക്കും ഇവിടേക്കെത്താം, ആസ്വദിക്കാനായി. പക്ഷേ കാവു തീണ്ടരുത്. കാരണം ഇത് വരും തലമുറയ്ക്കായി കരുതി വച്ചിരിക്കുന്നതാണ്. പൊന്മുടിയിൽ നിന്നും സന്ദീപ് രാജാക്കാട്, UCT ഇടുക്കി. ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രവും ശ്മശാനവും പൂന്തോട്ടമായി മാറിയ കഥ കാണാം ഇടവേളയ്ക്ക് ശേഷം. ഈ പരിപാടി നിങ്ങൾ